പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരണാസിയിൽ എത്തും. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി ഇന്ന് മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തും. 5 ലക്ഷത്തോളം ആളുകൾ റോഡ് ഷോയുടെ ഭാഗമാകും. നാളെയാണ് പ്രധാനമന്ത്രി പത്രിക സമർപ്പിക്കുന്നത്. വിവരങ്ങളുമായി വാരണാസിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, പ്രധാനമന്ത്രി നാളെയാണ് പത്രിക സമർപ്പിക്കുന്നത്. അതിന് മുന്നോടിയായി ഇന്ന് വൈകുന്നേരം റോഡ് ഷോ ഉണ്ടാകും. ഏകദേശം 5 ലക്ഷത്തോളം ആളുകൾ റോഡ് ഷോയുടെ ഭാഗമാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആവേശകരമായ റോഡ് ഷോ എപ്പോഴായിരിക്കും ആരംഭിക്കുക? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. രോഹിണി, അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടേക്ക് എത്തുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, കാശിയിലാകെ, വാരണാസിയിലാകെ വലിയ ആവേശം വിതറിക്കൊണ്ട് ഏതാണ്ട് 5 ലക്ഷത്തിനടുത്ത ആളുകൾ ഇന്നത്തെ റോഡ് ഷോയിൽ പ്രധാനമന്ത്രിക്കൊപ്പം ഭാഗമാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എനിക്കൊപ്പം ഇപ്പോൾ നമുക്ക് കാണാം, പ്രധാനമന്ത്രിയോട് രൂപസാദൃശ്യമുള്ളതും കയ്യിൽ ഇടയ്ക്കയുമായി ഒരാൾ എത്തിയിരിക്കുകയാണ്. ഇടയ്ക്ക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഭഗവാൻ ശിവന്റെ കയ്യിലുള്ള ഒരു ക്ഷേത്രവാദ്യ ഉപകരണമാണ്. കാശിയെപ്പറ്റി പൊതുവെ പറയുന്നത് ജ്യോതിർലിംഗം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ഒപ്പം കാശി വിശ്വനാഥന്റെ സാന്നിധ്യം കൊണ്ട് വളരെയധികം പവിത്രമായ, ഹൈന്ദവ വിശ്വാസികൾ ഏറ്റവും പവിത്രമായി കാണപ്പെടുന്ന ശിവസാന്നിധ്യമുള്ള സ്ഥലമാണ്. അവിടെയാണ് ഈ നടരാജന്റെ ഒരു കയ്യിൽ നാം കാണുന്ന ക്ഷേത്ര ഉപകരണമായ ഇടയ്ക്കയുമായി പ്രധാനമന്ത്രിയുടെ രൂപസാദൃശ്യം കൂടിയുള്ള ഒരാൾ എത്തിയിരിക്കുന്നത്. आपका नाम? अभिनंदन पाठक नाम है। भारतीय नमो सेवा दल के राष्ट्रीय अध्यक्ष हैं। मोदी जी अवतार पुरुष हैं, मोदी जी के हम भक्त हैं। नमो सेवा दल का पूरा परिवार काशी में मोदी जी के दर्शन करने के लिए पहुंचा हुआ है। और इसका एक मोदी जी ने भारत का डंका अपने नेतृत्व में विश्व पटल पर बढ़ाया है, गर्व और गौरव बढ़ा है। तीसरी बार देश के प्रधानमंत्री मोदी जी बनने जा रहे हैं। बहुत बहुत धन्यवाद। आप कहाँ से आए? मैं राजस्थान से आया हूँ और नमो सेवा दल में काम करता हूँ। मोदी जी, दिस इज द थर्ड टाइम मोदी इज कंटेस्टिंग फ्रॉम वाराणसी. आप कैसे लगा? मतलब समझाने में आप मोदी जी इस बार भी इलेक्शन वाराणसी से लड़ेगा, आप कैसे लगा? नहीं, ये तो चलेगा, 400 पार हो गए मोदी जी, कोई दो राय नहीं इसमें। और हम नमो सेवा दल में काम करते हैं, राष्ट्रीय सचिव हूँ मैं। ठीक है, ठीक है, ठीक है। नमो सेवा दल राष्ट्रीय अध्यक्ष है। बहुत बहुत ധന്യവാദ്. എന്തായാലും എന്തായാലും 400 എന്ന ഒരു നമ്പറിനെ പറ്റിയാണ് ഇവർ പറയുന്നത്. 400 പാർ എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന ഘട്ടത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിൽ ഒന്ന് നമുക്കറിയാം. ഈ തവണ 400-ലധികം, അതല്ലെങ്കിൽ 400 പാർ എന്നതായിരുന്നു. ഉത്തർപ്രദേശിൽ നമ്മൾ പൊതുസമൂഹവുമായി സംസാരിക്കുമ്പോഴും കൃത്യമായി തന്നെ ജനങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത് BJP അതല്ലെങ്കിൽ BJP നേതൃത്വം നൽകുന്ന മുന്നണി ഈ തവണ 400 കടക്കുമെന്നുള്ളതാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തും. 5 മണിയോടുകൂടി ഈ റോഡ് ഷോ ആരംഭിക്കും എന്നാണ് വ്യക്തമാക്കുന്നത്. നാളെയാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. ഈ പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായിട്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു പടുകൂറ്റൻ റോഡ് ഷോ വാരണാസിയിൽ സംഘടിപ്പിക്കുന്നത്. രോഹിണി.